നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ചുവടുവെപ്പ് അത് തന്നെയാണ് ഈ വരുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ അധികാരം എന്നുള്ളത്. 40 വർഷത്തോളമായിട്ട് CPM-ന്റെ കോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിൽ ആദ്യമായിട്ടുള്ള ഒരു കോർപ്പറേഷൻ കിട്ടുന്ന സമയത്ത് ബി.ജെ.പിയുടെ കയ്യിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിട്ട് വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി ആരായിരിക്കും കേരളത്തിൽ ആദ്യമായിട്ട് ബി.ജെ.പി സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ എന്നുള്ള ഉറ്റുനോക്കലിലാണ് ജനങ്ങൾ. കഴിഞ്ഞ ദിവസം ഇതിന്റെ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. ചില പാർട്ടി വൃത്തങ്ങളിൽ നിന്നൊക്കെ വരുന്ന സൂചന എന്ന് പറയുന്നത് DGP ആയിരുന്ന ഈ പറയുന്ന ആർ ശ്രീലേഖ തന്നെ ആയിരിക്കും മേയറായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോഴും അതൊന്ന് ഉറപ്പിച്ച് ഒരു ഔദ്യോഗിക ഉറപ്പ് പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും ആർ ശ്രീലേഖയിലേക്ക് തന്നെയാണ് ആ സൂചനകളൊക്കെ കൊണ്ടെത്തിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം എന്താണ് എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതായത് നമുക്കറിയാം, ആർ ശ്രീലേഖ എന്ന് പറയുന്ന വ്യക്തിയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ വലിയ രീതിയിൽ ജനങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്രയും വലിയൊരു പൊസിഷനിൽ നിന്ന ഒരാൾ എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് നിൽക്കാൻ പോകുന്നത്? അവർക്ക് പെട്ടെന്ന് അതിനോട് അഡോപ്റ്റ് ചെയ്ത് അതോട് യോജിച്ചു പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം അതിനെക്കൊണ്ട് സാധിക്കും എന്ന് കാണിക്കുന്നതായിരുന്നു ആ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ ഉണ്ടായിട്ടുള്ള ആർ ശ്രീലേഖയുടെ വിജയം എന്നുള്ളത്. ഇനി അങ്ങോട്ട് ഇതേ രീതിയിൽ തന്നെ ഒരു മേയറായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആർ ശ്രീലേഖ പ്രവർത്തിക്കുക എന്നുള്ള ആശങ്ക ജനങ്ങൾക്കിടയിലുണ്ടെങ്കിലും പാർട്ടിക്ക് അതേക്കുറിച്ച് വലിയ ആശങ്കകളൊന്നുമില്ല. കാരണം അത്രമാത്രം കോൺഫിഡൻസ് ആർ ശ്രീലേഖയിലുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. VV രാജേഷിനെ പോലെ ഒരാളെ തിരുവനന്തപുരത്തെ മേയറാക്കി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുകാർക്ക് അത് പൂർണ്ണമായിട്ടും ഉപകാരപ്രദമാകും. അവർക്ക് ആശ്വാസമാകുന്ന വിധം അവർ പ്രതീക്ഷിക്കുന്നത് പോലെ ജനങ്ങൾക്കിടയിലേക്ക് കയറി ചെന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയായിരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ BJP വെക്കുന്ന കരു എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP പ്രവർത്തകരുടെ പ്രവർത്തനം മുൻകാട്ടിക്കൊണ്ട് അതിലൂടെ കേരളം തന്നെ കൈക്കലാക്കാം, അല്ലെങ്കിൽ കേരളം തന്നെ BJPയുടെ ഒരു പ്രഭാവലയത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആ ഒരു മാസ്റ്റർ പ്ലാനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മാസ്റ്റർ പ്ലാനിന് VV രാജേഷിനേക്കാളും ഏറ്റവും ഉതകുന്ന ഒരാളെന്ന് പറയുന്നത് ആർ ശ്രീലേഖ തന്നെയാണ്. കാരണം ശ്രീലേഖ എന്ന് പറയുന്നത് ഒരു വലിയൊരു ജനങ്ങൾക്കിടയിലേക്ക് വളരെയധികം സ്വാധീനമുള്ള, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വളരെയധികം പരിചിതമായിട്ടുള്ള ഒരു പേരാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരുപാട് നിർണായകമായിട്ടുള്ള കേസുകളടക്കം കൈകാര്യം ചെയ്ത് കേരളത്തിന്റെ പല പ്രധാനപ്പെട്ട ഔദ്യോഗിക വശങ്ങളിലും അധികാരത്തിലിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആർ ശ്രീലേഖയെ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് BJPക്ക് വലിയൊരു പ്രതീക്ഷ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നിലവിലെ വിലയിരുത്തൽ. VV രാജേഷിനെ പോലുള്ള ആളുകളെയൊക്കെ തന്നെ ഇത്തരത്തിൽ മേയറാക്കി കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനവികസനത്തിന് വലിയൊരു പങ്ക് വഹിക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഈ പറയുന്നത് പോലെയുള്ള എക്സ്പീരിയൻസ്, ആ ഒരു എക്സ്പീരിയൻസ് കൂടെ പരിഗണിച്ചുകൊണ്ട് കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരുപക്ഷെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ VV രാജേഷിനെ കൊണ്ട് പറ്റും. പക്ഷേ ഇവിടെ BJP ലക്ഷ്യപ്പെടുന്നത് ഈ പറയുന്ന കേരളത്തിൽ തന്നെ BJPയുടെ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ഒരുപക്ഷെ വനിത കൂടെ ആയിട്ടുള്ള ആർ ശ്രീലേഖയെ തിരഞ്ഞെടുക്കുന്നതിലൂടെ സാധ്യമാകും എന്നുള്ള വിലയിരുത്തലാണ് BJP എന്നാണ് സൂചന. നമുക്കറിയാം, ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJP വലിയ ചുവടുവെപ്പ് നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് വന്നത് എന്നൊക്കെയാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. പക്ഷേ യഥാർത്ഥത്തിൽ വോട്ട് ശതമാനം നോക്കുമ്പോൾ 25% പ്രതീക്ഷിച്ചിരുന്ന BJPക്ക് ഈ തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 15% വോട്ട് മാത്രമാണ് നേടാൻ സാധിച്ചത്. അതായത് പ്രതീക്ഷിച്ചതിന്റെ 10%-ഓളം കുറവ് BJPക്ക് ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ആ ലഭിച്ചിരിക്കുന്ന വോട്ട് അതിന്റെ പ്രധാനികളിൽ ഒരാൾ എന്ന് പറയുന്നത് ആ ശ്രീലേഖ തന്നെയാണ്. ശ്രീലേഖ നേടിയെടുത്തിരിക്കുന്ന വിജയം അതൊരു പക്ഷേ BJPക്ക് വലിയ പ്രതീക്ഷകൾ മുന്നോട്ട് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്ന, അതായത് തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനിൽ മേയറായിട്ട് ആർ ശ്രീലേഖയുടെ പേര് തന്നെ ഉയർന്നു കേൾക്കുകയാണ്. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം അടക്കം തീരുമാനമെടുത്തിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഇനി ആ BJP സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ഇന്നും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പൊന്നും BJPയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ വൈകാതെ തന്നെ പുറത്തു വരും. ഒരുപക്ഷെ നാളെ ആയിരിക്കും ആ ഒരു പ്രഖ്യാപനം എന്നതൊക്കെയാണ് BJP നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. എന്തായാലും ഇത്തരത്തിൽ മേയറായിട്ട് ആ ശ്രീലേഖ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് തിരുവനന്തപുരത്തേക്ക് ബാധിക്കുക എന്നുള്ളത് കൂടെ നോക്കുകയാണെങ്കിൽ അവിടെ
ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് കേരളത്തിന്റെ ആദ്യത്തെ BJP മേയറായിട്ട് എത്തുന്ന വനിതാ മേയറാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ തന്നെ ആദ്യത്തെ BJP മേയറായിട്ടും ആർ ശ്രീലേഖ മാറും എന്നുള്ളതാണ്. പ്രധാനമന്ത്രി തന്നെയാണ് ആർ ശ്രീലേഖയെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് എന്നതടക്കമുള്ള വലിയ അഭിപ്രായങ്ങളൊക്കെ ഇതിനു മുമ്പും പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ നിൽക്കുമ്പോൾ ആർ ശ്രീലേഖയെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഇത്രയും പ്രധാനപ്പെട്ടുള്ള ഒരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും പാർട്ടിയോടുള്ള ഏറ്റവും വലിയ ബഹുമാനപൂർവമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പൊതുജനങ്ങൾ മനസ്സിലാക്കും എന്നുകൂടെ പാർട്ടിയുടെ വിലയിരുത്തലുണ്ട്. അത് മാത്രമല്ല, ഇനി അങ്ങോട്ട് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ആർ ശ്രീലേഖയെ തിരഞ്ഞെടുപ്പിനാക്കി മത്സരിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കുറച്ചു കാലം ആ തിരഞ്ഞെടുപ്പ് വരെ മേയറായിട്ട് ആർ ശ്രീലേഖയും അതിനുശേഷം VV രാജേഷ് ആ മേയർ സ്ഥാനം അലങ്കരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആർ ശ്രീലേഖ മേയറായി കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ BJP മേയറായിട്ട് ശ്രീലേഖ മാറും എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ BJPക്ക് 50 സീറ്റുകളൊക്കെ കരസ്ഥമാക്കിയിരുന്നുവെങ്കിലും കോർപ്പറേഷനിലേക്ക് BJPയുടെ ഒരു മേയർ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ വലിയൊരു ആശങ്കയായിട്ട് നിന്നിരുന്നത് VV രാജേഷ് തന്നെയാണ്. അതൊരു പക്ഷേ ആർ ശ്രീലേഖയെ മേയറാക്കി കൊണ്ടല്ല, മറിച്ച് ഇത്രകാലം തിരുവനന്തപുരത്തുകാർക്ക് ഒപ്പം നിന്ന VV രാജേഷിന് വേണ്ടി RSS ഉണ്ടാക്കിയിട്ടുള്ള ആവശ്യങ്ങൾ അതുതന്നെയായിരുന്നു. പക്ഷേ RSSനെയും സമവായത്തിലേക്ക് എത്തിച്ചുകൊണ്ട് BJP മേയർ ആയിട്ട് ആ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ആരാകണം മേയർ എന്നുള്ള ആ ഒരു വെല്ലുവിളി അത് ഏകദേശം തീരുമാനമാക്കിയ മട്ടിലാണ് കാര്യങ്ങൾ. ശ്രീലേഖയിലേക്ക് തന്നെയാണ് ആ പേരുകൾ എത്തി നിൽക്കുന്നത്. കൗൺസിലർമാർക്ക് വിയോജിപ്പുകൾ ഉണ്ടോ എന്നതടക്കമുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് പാർട്ടി ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് വിവരം. ആരും തന്നെ ആർ ശ്രീലേഖയെ മേയറാക്കി കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് എന്ന തരത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സൂചന. തിരുവനന്തപുരം കോർപ്പറേഷൻ CPIM-ൽ നിന്ന് പിടിച്ചെടുത്തത് കൊണ്ട് തന്നെ ഈ തവണത്തെ പ്രവർത്തനങ്ങൾ അത് BJPക്ക് വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ 5 വർഷം മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഭരണം അതിൽ ഏറ്റവും അസ്വസ്ഥരായി നിൽക്കുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളാണ്. മേയർ ആര്യ രാജേന്ദ്രന്റെ പേര് പറയുമ്പോൾ മറുപടി പറയാൻ പോലും ഭയക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒന്ന് മേയർക്കെതിരെ അല്ലെങ്കിൽ മേയറുടെ ഭരണത്തിനെതിരെ തങ്ങൾക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അതിന്റെ ഇരട്ടി ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ സർക്കാർ ശ്രമിക്കും എന്നുള്ളൊരു ഭയം പൊതുജനങ്ങൾക്കിടയിലുണ്ട്. അത്തരത്തിലൊരു ഭയത്തിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് മുന്നിലേക്ക് ഒരു ജനപ്രിയ നേതാവ് എന്നുള്ള നിലയിൽ ഒരാൾ എത്തിച്ചെല്ലുമ്പോൾ അവിടെ എത്തിയതിനു ശേഷം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് തിരുവനന്തപുരത്തിന്റെ വികസനമൊക്കെ സാധ്യമാക്കി കഴിഞ്ഞാൽ അത് BJPക്ക് ഏറ്റവും വലിയ ഗുണം ചെയ്യും, വലിയൊരു പോയിന്റ് ആയിട്ട് മാറും. അത് കേരളത്തിലേക്ക് BJPയുടെ സ്ഥാനമുറപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഒരുക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ ഒരിക്കലും കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറയുന്ന സ്ഥലത്ത് BJP ചരിത്ര നേട്ടം കുറിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. സംസ്ഥാന തലസ്ഥാന നഗരിയിൽ 45 വർഷത്തെ തുടർച്ചയായിട്ടുള്ള ഇടതുപക്ഷ ഭരണത്തെ അവസാനിപ്പിച്ചുകൊണ്ടാണ് BJP വലിയൊരു നേട്ടം തന്നെ കൈവരിച്ചത് എന്നുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ ഉയർന്ന മത്സരത്തിലേക്ക് എത്തിയ സമയത്ത് മുതൽ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആർ ശ്രീലേഖയുടെ വരവ് തിരുവനന്തപുരത്തെ കാവ്യപതിപ്പിക്കാൻ ഒരു വഴിയൊരുക്കി എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. 2020-ൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അതായത് DGP സ്ഥാനത്ത് നിന്ന് വിരമിച്ചതാണ് ആർ ശ്രീലേഖ. അവരെ അന്ന് ശാസ്തമംഗലം ഡിവിഷനിലാണ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ BJPയെ കൊണ്ട് സാധിച്ചത്. ഇത് BJPയുടെ കുതിപ്പിലെ ഏറ്റവും പ്രമുഖ വ്യക്തികളിൽ ഒരാളായിട്ട് മാറാനുള്ള സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട്. 64 വയസ്സുള്ള മുൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ മേയറായിട്ട് സ്ഥാനത്തേക്ക് BJP സ്ഥാനത്തേക്ക് ഇവർ വന്നു കഴിഞ്ഞാൽ എത്തരത്തിലായിരിക്കും ജനങ്ങളെ ഇവർ സേവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഉറ്റുനോക്കലിൽ തന്നെയാണ് പൊതുജനങ്ങൾ. എന്തായാലും നിയമിതമാക്കപ്പെടുകയാണെങ്കിൽ സംസ്ഥാന തലസ്ഥാനത്തെ പാർട്ടിയുടെ ആദ്യത്തെ മേയറായിട്ടുള്ള ആ ഒരു പ്രത്യേകത കൂടെ ഈ മേയർക്കുണ്ടാകും എന്നുള്ളതാണ്. എന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ദിവസം മുതൽ LDF-ഉം കോൺഗ്രസും അപ്രതീക്ഷിതമായിട്ടുള്ള പരിധിക്കപ്പുറം എനിക്കെതിരെ നിരന്തരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ താൻ എന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു. താൻ പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി എന്തായാലും തന്നെ പൂർണ്ണമായിട്ട് സജ്ജീകരണങ്ങളുമായിട്ടുണ്ടാകും. ജനങ്ങളോട് ഇടപഴകുന്നതിൽ ഒരു IPS-കാരി എന്നതുകൊണ്ട് മാത്രം ബുദ്ധിമുട്ട് വരില്ല. തനിക്ക് അത്തരത്തിലൊരു വിവേചനമൊന്നുമില്ല. താൻ കൃത്യമായിട്ട് ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കുന്ന ഒരാളായിരിക്കും എന്നുള്ള ഉറപ്പ്
പ്രചരണ വേളയിലൊക്കെ തന്നെ ശ്രീലേഖ നൽകിയിട്ടുണ്ട്. ഏകദേശം വലിയ ഒരു ഭൂരിപക്ഷം തന്നെയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് BJPക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുന്നതെന്ന് 101 അംഗ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് 50 വാർഡുകളിലേക്കും BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. CPIM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 29 സീറ്റുകളാണ് ലഭിച്ചിരുന്നത്. കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 19 സീറ്റുകളും ലഭിച്ചു. 2 വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നേടിയിരുന്നു. ഇതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ തീരുമാനം കൂടെ നിർണായകമാണ്. BJPക്കൊപ്പമാണോ എന്നതടക്കമുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ തീരുമാനങ്ങളിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. പറ്റൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത് തന്നെ കണ്ണമുലയുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിക്കുന്ന ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവരുടെ വികസന പദ്ധതികൾ താൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ പദ്ധതികൾ ആരാണോ ഏത് പാർട്ടിയാണോ അംഗീകരിക്കുന്നത് താൻ അവർക്കൊപ്പം ചേരും, അല്ല എങ്കിൽ സ്വതന്ത്രനായി തന്നെ തന്റെ വോട്ട് അസാധുവാക്കുന്നതിനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളൊക്കെ താൻ എടുത്തിട്ടുണ്ട്. പക്ഷേ താൻ ആർക്കൊപ്പം എന്നത് വൈകാതെ തന്നെ താൻ കൃത്യമായിട്ട് അറിയിക്കും. എന്തായാലും ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം മാധ്യമങ്ങളിലൂടെ പറയാൻ താല്പര്യമില്ല എങ്കിൽ പോലും തന്റെ തീരുമാനം അത് നിർണായകം തന്നെയാണെന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധത്തിൽ തന്നെയാണ് പറ്റൂർ രാധാകൃഷ്ണനും. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തിരുവനന്തപുരത്തെ മേയർ അത് എത്തരത്തിലായിരിക്കും വരാൻ പോകുന്നത്, അത് ജനങ്ങളെ ഏത് തരത്തിലായിരിക്കും സേവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് തിരുവനന്തപുരത്തുകാർ ഉറ്റുനോക്കുന്നത് എന്നുള്ളതാണ്.